ഇവിടെ അടുത്തുണ്ടായിരുന്നു അതാ ഞാനൊരു വർക്കായിട്ട് വന്നത്. ശ്രീറാമിനെ പറ്റിയത് ഇത്ര നേരമാണോ ഇതൊക്കെ വന്നില്ല. അപ്പൊ പിന്നെ നേരം വെളുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനേ ഒരു അതാണ് ക്രിസ്ത്യൻ വർക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മറ്റേ ആൽബം ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ കുറച്ച് കവർ 2-3 സോങ്സ് അല്ലേ ചെയ്താൽ പഴയ സോങ്സിൻ്റെ നമ്മള് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും അറിയാമല്ലോ, നമ്മുടെ ഈ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഈ ക്രിസ്ത്യൻ മേഖലയിൽ കൂടുതലും കാണുന്ന ഈ വർഷിപ്പ് സോങ്സും ഓൺ സോങ്സാണ് കൂടുതലും. ഒത്തിരി ആളുകൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന നമ്മളൊരു 1970 കാലഘട്ടത്തിന് ശേഷം ഒരു ഈ 2000 വരെയൊക്കെ ഉള്ള കുറച്ച് നല്ല സോങ് ഇപ്പോഴത്തത് മോശമൊന്നുമല്ല. പിന്നെ അന്നത്തെ നമ്മുടെ ടോം തച്ചങ്കരി സാറിൻ്റെയും ജെർസനാനടി സാറിൻ്റെയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ടൈപ്പിൽ. അതെ. അപ്പം ആ ഒരു ജോണറിലുള്ള കുറച്ച് പാട്ടുകൾ നമ്മുടെ വചനം, തിരുവചനം, മോചനം, പഴയ സ്നേഹപ്രകാശം, സ്നേഹപ്രതീകം, സ്നേഹരൂപം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആൽബം ഇഷ്ടം പോലെ ഇറങ്ങും. പക്ഷെ ആ ഒരു അവർ ചെയ്ത ആ ഒരു പാറ്റേൺ ഈ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എത്ര അന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ പറഞ്ഞ പോലെ രക്ഷകായും ബലിയായി തിരുമുൻപിലും ഈ പാട്ടുകളൊക്കെ ഏതൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിലും അല്ലെങ്കിൽ യഹൂദിയായാലും ഏതൊരു മുസ്ലിമും ഏതൊരു ഹിന്ദുവും അവര് അവിടെ ഒരു മതം റിലേറ്റഡ് ആയിട്ട് കണക്കാക്കി. എനിക്ക് തോന്നുന്നത് ഈ ലിറിക്സേ അന്നത്തെ ലിറിക്സ് ഇന്നത്തെ ലിറിക്സ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പഴയ പാട്ടുകൾ ചിത്ര ചേച്ചിയും ദാസാറും ഒക്കെ പാടിയ സിനിമാ പാട്ടിന് വരെ വെല്ലുന്ന തരത്തിലുള്ള ക്രിസ്ത്യൻ പാട്ടുകൾ. അപ്പം അത് എനിക്ക് തോന്നുന്നു അതാണ് കുറെ കൂടി നല്ലതെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോ അല്ല ആ പെട്ടിൽ ഒരു 4-5 പാട്ട് നിൽക്കുന്നവർ. ഇപ്പൊ എന്റെ അമ്മ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും വിളിച്ചു? ഞാൻ രാജീവനൊന്ന് വിളിക്കാം, ഗിറ്റാർ രാജീവനെ വിളിക്കാം. നീ കഴിച്ചു ചായ കോഫി ഒന്നും ഇല്ല? ഒന്നും പറഞ്ഞില്ല. കോഫി. ഹലോ രാജീവ്. എടാ നീ എവിടെ ഉണ്ട്? ഞാനിവിടെ ഡ്രങ്കൻ ബാങ്കിലുണ്ട്, നന്തൻകൂടാ. ഇങ്ങോട്ടൊന്ന് വരാമോ? ജസ്റ്റ് വരാമോ? ശരി, ഓക്കെ. സോറി. അല്ല കോഫി എന്തെങ്കിലും. റജി, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പാട്ട് അയച്ചു കൊടുത്തു. അപ്പം അതൊരു ക്രിസ്ത്യൻ പാട്ട്, ഒരു വർഷിപ്പ് സോങ്. അവൻ സാധാരണ ഏത് ക്രിസ്ത്യൻ പാട്ട് പണ്ടൊക്കെ നമ്മൾ അയച്ചു കൊടുത്താലും കാണുന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ കുറച്ച് എൻ്റെ ദൈവത്താൽ ഈ ചർച്ച് ബേസ് വർഷിപ്പ് സോങ്സ് അയച്ചു കൊടുക്കുമ്പോൾ അവനത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ കേൾക്കാൻ നല്ല സംഗീതം ആസ്വദിക്കാനിരിക്കുന്നവരാണ്. കാരണം പണ്ട് ദേവരാജ മാസ്റ്റർ ഈ നിത്യവിശുദ്ധ കന്യ അല്ലെങ്കിൽ സത്യനായക പോലുള്ള പാട്ടുകൾ പണ്ട് ചെയ്യുന്നത്, അതിൽ മ്യൂസിക് ഡയറക്ടറും അതിൽ പ്രോഗ്രാം ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്ന ആളുകളും അതിൽ സിംഗറും മതമോ ജാതിയോ നോക്കിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകൾ പാടിയിരുന്നത്, എഴുതിയിരുന്നതും കമ്പോസ് ചെയ്യുന്നത്. ഇത് ക്രിസ്ത്യൻ ഒരു അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഈ സാധു കൊച്ചുഞ്ഞു ഉപദേശി, അന്നാമ മേമൻ, ഇതുപോലൊക്കെ പാട്ടുകളാണ്. എന്റെ ദൈവം മഹത്വത്തിൽ ഈ പാട്ട്. അപ്പം അത് അത്ര അന്നത്തെ കാലത്തെ രാഗം ബേസ് ചെയ്ത ഒരു വേറെ ലെവലിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ പോലെ ഒരു പ്രഹസനമല്ല. അത് ഒരാള് ഈശോയെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവില് പ്രാർത്ഥനയോടെ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നു. അതിൽ നിന്ന് ആ തീവ്രമായ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന സംഗീതവും വരികളുടെ ഒരു വാല്യൂ മ്യൂസിക്. സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. നിന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടല്ലോ, കുരിശോ. കുരിശോളമുയരുന്ന സ്നേഹം, കുരിശ് മരിച്ചൊരു സ്നേഹം, കുരിശെല്ലാം നീക്കുന്ന സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം. എന്തൊരു മെലഡി, എന്ത് വരികളുടെ ഡെപ്ത്, എന്തൊരു ആത്മീയതയാണ് ആ പാട്ടിലുള്ളത്. ഉദാഹരണം നമ്മുടെ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാ. ക്ലാസിക്കൽ ബേസ് ചെയ്ത് കുറെ പാട്ടുകളുണ്ട്. ഇപ്പം ഹിന്ദോളരാഗാർദ്രനായി ഞാൻ പരിശുദ്ധാത്മാവെ നീഴുന്നള്ളി, ഇതുപോലുള്ള പാട്ടുകളൊക്കെ രാഗ ബേസ് ചെയ്ത് ഒത്തിരി ക്രിസ്ത്യൻ അത് ഞാൻ കമ്പോസ് ചെയ്ത്. ഇപ്പം മുമ്പ് ചെയ്തിട്ടുള്ള സോങ്സിൽ ഇപ്പം വന്ദനം വേശവരപ്പേല ഇതെല്ലാം രാഗം ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള സാധനം തന്നെ. അത് ഏറ്റവും അതായിട്ട് കർണാട്ടിക്കിന്റെ ഏറ്റവും ഇത് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള സോങ്സുകൾ തന്നെയാണ്. ഇപ്പം ഏത് പാട്ടിലും ഒരു രാഗം അല്ലെങ്കിൽ ഒരു റോട്ടുണ്ട്.
യേശുവിനെ സ്തുതി. ജർസനാനി സാറിന് എന്നെ ഇതേ പാറ്റേണോട് മനമേ യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഏറ്റവും ബ്യൂട്ടിഫുൾ എനിക്കൊരു 20 വർഷത്തിനകത്താവും. കാരണം ഇത് കാപ്പി എന്ന് പറഞ്ഞ രാഗം മറ്റേ തുമ്പിവാ തും എന്നതവം ചെയ്തന്നെ ഈ ഒരു രാഗം ബേസ് ചെയ്താണ് ഈ മനമേ യേശുവിൻ പാതുകമാകൂ. യേശുവിൻ സ്നേഹ വരികളാ ദർശനമാക്കിയ നാവാൽ നിത്യം. രാജീവ് വിളിക്കും. രാജീവേ എത്തിയായിരുന്നു. ശരി 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 വന്നാൽ മതി സെക്കൻഡ് ഫ്ലോറിലെ. രാജീവ് വരുന്നു. രാജീവിനെ കൂടെ കൂട്ടി ശ്രീറാമ കുറച്ച് ലേറ്റ് ആവും. നോക്കാം. വെയിറ്റ്. അപ്പൊ നമ്മള് കുറെ നേരമായിട്ട് ഞാൻ റജി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേര്. നമുക്ക് ചെറിയൊരു പ്ലാൻ, വേറൊന്നുമല്ല, നല്ല കുറച്ച് ക്രിസ്ത്യൻ പാട്ടുകൾ, പൊതുവേ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ തന്നെ, അതിങ്ങനെ കവർ സോങ് ചെയ്താലെന്നൊരു പ്ലാനുണ്ട്. ഇനി നമ്മുടെ ടോം ജേക്കബ് സാറിൻ്റെ പഴയ വചനമോചനത്തിലെ അപ്പോൾ ഒരു 7-8 പാറ്റേണിലെ കുറച്ച് പാട്ടുകൾ ഞാൻ റജിയും കൂടെ നേരത്തെ ചായ കുടിച്ച് അപ്പോൾ നീ കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്ലൂട്ട് കൂടെ വരുമ്പോൾ നമുക്കൊരു വേറൊരു ഫീലാണല്ലോ. അപ്പോൾ ആ ഒരു ട്രാക്കിൽ പോയാൽ നന്നായിരിക്കും. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ജോഗില് രാജീവ് എന്ത് ജസ്റ്റ് ജോയിൻ ചെയ്യാം ഒരു 7-8 1 2 3 4 1 ഭയാകുലനല്ല ഞാൻ, ദയാനിധിയല്ലേ നീ. ഭയാകുലനല്ല ഞാൻ, ദയാനിധിയല്ലേ നീ. എന്നും നിൻ തിരുസന്നിധേ പ്രാർത്ഥിക്കുന്നു യേശുവേ. എന്നും നല്ലൊരു ജീവിതം നൽകിയിടേണം യേശുവേ. വാവാനാഥാ വരിക ഇനിയൊരു മടിയുമരുതേ. എല്ലാരും താഴ്ത്തുന്നു കർത്താവേ നിൻ നാമം. വൈകാതെ വായോ സന്തോഷം തായോ. എന്തിനീ താമസം എല്ലാരും വാഴ്ത്തുന്നു കർത്താവേ നിൻ നാമം. വൈകാതെ വായോ സന്തോഷം തായോ. എന്തിനീ താമസം. ഈ ഒരു നമ്മുടെ ഒരു ഗിറ്റാർ ഫ്ലൂട്ട് മാത്രം മതി. നമ്മുടെ ഈ ഒരു ഐഡിയയിൽ തന്നെ പോകുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ. ബാക്കപ്പ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണം. ജസ്റ്റ് ഒരു കോഡ്സ് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ. കാരണം ഇതിനൊന്നും വേറൊന്നിന്റെ ആവശ്യമില്ല. വെറുതെ ശ്രുതി ശുദ്ധമായിട്ട് അങ്ങ് പാടിയാൽ മതി, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. നീ എന്റെ മുഖത്തേക്ക് പറഞ്ഞത് ഭയങ്കരമായിട്ട് അല്ല, അതിനൊക്കെ വേണ്ടി മാത്രം പറഞ്ഞത് പോയി.
ആ ബലിയായി തിരുമുമ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം, ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇരുൾ വീഴും പാതയിൽ മെഴുതിരി നാളമാ തെളിയുന്ന പുണ്യമേ ഉലകിൻ്റെ നിത്യതേ നാദമായി രൂപമായി വിശ്വത്തേജോ ശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർധനൻ്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ, ഈ വേദന കാണുമോ, അഭയമേശുവിലനുദിനം. ബലിയായി തിരുമുമ്പിൽ നൽകാൻ. ഫ്ലൂട്ടിന്റെ പോർഷൻ മാത്രം ഇട്ടാൽ മതി അതോ? ഒരു അക്യൂസ്റ്റിക് ഗിറ്റാറും ഫ്ലൂട്ടും മതി. പിന്നെ നീയും വൃത്തിയായിട്ട് പാടി ഞാനും വൃത്തിയായിട്ട് പാടിയ അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ ബലിയായി നല്ലൊരു അല്ലേ ശ്രീറാമൻ, നല്ലൊരു സെലക്ഷൻ അല്ലേ? കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പിന്നെ നീ നല്ല പാട്ടൊന്നും അല്ല, പൊതുവെ ഭംഗിയുണ്ട്. അപ്പൊ ആ പാട്ട് ഭംഗിയാണ്. ദാസാർ പാടിയതാണ്. പറയണ്ടല്ലോ, ഞാനിങ്ങനെ പാടി ഭംഗിയെന്ന് പറയണമെങ്കിൽ ദാസാർ പാടിയത് 4 പാട്ട് മതിയായിരിക്കും അല്ലേ? 4 പാട്ട് കാരണം ഒത്തിരി കൂടുതലായാലും ആ ഒരു അതിൻ്റെ ഒരു ഫീൽ അങ്ങ് പോവും. ആ ഒരു അതിന് വേണ്ട ഒരു ടൈമിലും ഇതേ സ്റ്റൈലിനാണോ? ഇത് സ്റ്റൈലാണ്. അടുത്ത് ഹല്ലേലൂയ എന്ന് പറയുന്ന പാട്ട് അറിയാം രാജേഷ്? അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, അതും കൂടെ നോക്കി. എന്തെങ്കിലും ഒരു സാധനം വായിച്ചിട്ടുള്ളേ അതാ ഹല്ലേലൂയയുടെ? അല്ലേ? ആ റൂട്ട് തന്നെയാണ്. പല്ലവി വിട്ടൊക്കെ പാടിയാലും മതി. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അളിയാ? വായിക്കോ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം. സുർലോകത്തിൻ നാഥ നിൻ നാമം നിർലീലാത്മാവാ നിന്നെ ധ്യാനമാർന്നു. ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു. കനൽ പോലെയാം മണ്ണിൽ കടൽ പൊള്ളി വീഴുമ്പോൾ കുളിർ മേഘമായി കരുണാമൃതം തൂകുമെന്നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ
ഹൃദയത്തിലെ റോജാപ്പൂക്കൾ പോലവേ ഈ ആത്മാവിൻ നോവുകൾ ദേവാനേദിക്കും നിതാ പനിനീരിനാൽ കഴുകുന്നു ഞാൻ പദതാരുകൾ നാദാ തേടും ഞങ്ങൾ നിൻ വഴി കാതിൽ കേൾപ്പൂ നിൻ മൊഴി കാണൂ നിൻ രൂപം ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം നിർമ്മീലാത്മാവാം നിന്നെ ധ്യാനമാർന്നു ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വേറെ രാജീവ് എന്തെങ്കിലും പറ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. ഇല്ലടാ നീ സംസാരിക്കണം. ഇല്ലല്ല എടാ കുറച്ച് അല്ല കുറച്ച് സംസാരിച്ചേ ഊമയായി പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആരോട് ഞാനും കൂടെ നോക്കിയാലോ? ആരോട് ഞാൻ പറയണ മെയിൻ വേദന അത് അല്ല അത് നമ്മൾ പറഞ്ഞല്ലേ ആണ്. പക്ഷെ ഫീമെയിൽസ് ചിത്ര ചേച്ചി പാടിയതാണ്. കംഫർട്ട് ആയിരിക്കും. സൗണ്ട് മാറ്റി പാട്. എടാ നീ കേട്ടിട്ടുണ്ടോ ആ സോങ് കേട്ടിട്ടുണ്ടോ? നല്ല സോങ്സ് ഈ ചാരികേശ റൂട്ടിലാണോ? ജസ്റ്റ് ഐയിലൊന്ന് നോക്കാവോ രാജീവേ? ആരോടു ഞാൻ പറയണമെന്തേദന നീ മാത്രമേ ക്ഷമയോടെ കേൾക്കാനുള്ളൂ എന്നീശോയേ നീ മാത്രം ആശ്വാസം നീയല്ലോ ആരോടു ഞാൻ പറയണമെന്തേദന നീ മാത്രമേ ക്ഷമയോടെ കേൾപ്പാനുള്ളൂ. രാജീവിന് നിന്നെ രണ്ടെണ്ണത്തിന് പൊക്കി പറയണമെന്ന് പറഞ്ഞത് സീരിയസ്ലി ആ ഒരു ചാരികേശിയുടെ ഒരു വൈബ് വന്നപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇത്രയും സെറ്റ് ആയിട്ടില്ലേ? അടിപൊളി. ചുമ്മാ നോക്കിയെങ്കിലും നല്ല അത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒരു ഫസ്റ്റ് നമ്പർ ഇതേ പാറ്റേണിൽ ഇപ്പം ഇത് രാജീവ് വായിച്ചൊരു പാറ്റേണിൽ തന്നെ വളരെ ഹിറ്റായിട്ടുള്ളൊരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ട്.
അതിന്റെ ഒരു പാറ്റേൺ ഒന്ന് വായിച്ച നമുക്ക് പാടാം, ചുമ്മാ ഒന്ന് പാടി നോക്കാം. തന്താനേ തന്താനാനേ തന്താനാനാ തന്താനേ തന്താനാനേ തന്താനാനാ തന്താനേ നാനേ 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 തന്താനേ നാനേ 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 തന്താനേ നാനേ 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 തന്താനേ നാനേ നാനേ മനമുരുകി കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതൽ. മനമുരുകി കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതൽ. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ നിറയുന്നു സ്തുതികളുമാ. ദുഷ്ടാത്മാവ് ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൻ ചൈതന്യം മുഴുകുമ്പോ. മനമുരുകി കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തി. മനമുരുകി കരയുന്നോരെ കരുണാമയനീശോനാഥൻ സുഖമാക്കിയ കഥകൾ കേൾക്കാൻ ആശിപ്പോരെ കാതോർത്തി. സെയിം പാറ്റേണില് 1 2 3. ഈ നാട്ടുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ഒരു വീഴും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ നാട്ടുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ചുടുവീർപ്പു വീഴും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം 5000 പേർ തന്നവനേകിയതും കാറാവിൽ കല്യാണത്തിന് വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം 5000 പേർ തന്നവനേകിയതും കാറാവിൽ കല്യാണത്തിന് വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേറുമ്പോൾ ചെയ്തതവൻ ത്യാഗമല്ലേ. ഇനി നമുക്ക് നല്ലൊരു ശമരിയക്കാരൻ വീണ് വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്ന് വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനടുക്കും പൊരുതമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പതറുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു ശമരിയക്കാരൻ വീരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്ന് വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ട് എല്ലാരും വരുവിൻ. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ട് എല്ലാരും വരുവിൻ. ലാ 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 ലാ. ഓക്കെ അല്ലേ? നീ എങ്ങോട്ടാണ്? ഞാൻ എങ്ങോട്ടും പോകും. ശരിയല്ലേ? അപ്പം നമുക്ക് ചലിക്കാം. ഇവിടുത്തെ ബില്ല് ആര് പോയി? കഴിച്ചിട്ടില്ല ബില്ല് പോയി. നിങ്ങൾ രാജ്യം പണക്കാരനാണ്. അതാണ്. ശരി വെച്ചാ ഇറങ്ങാം. ഓക്കെ. വണ്ടി വിട്ടിട്ടേക്കും എന്റെ വണ്ടി ഓക്കെ പോയിട്ട് വരാം. ഇതൊന്നും പറഞ്ഞു